ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ കോർപ്പസ് ജൂറിസ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് യു ആർ ഗോയിങ് ടു സ്റ്റഡി വിത്ത് മീ. സോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ആണ്, വിച്ച് ഈസ് നോട്ട് ടു ബി ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് തന്നെ പറയാം. സോ നിങ്ങളിപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹിസ്റ്ററി പഠിക്കാൻ പോവുകയാണെങ്കിൽ ആദ്യം പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ആണ്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 1858 മുന്നേ ഉള്ള ഒന്നും നിങ്ങൾ നോക്കാനില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹിസ്റ്ററിയിൽ ദ വെരി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന 1858 ആക്ട് ആണ്. സോ once again, welcome to my channel Corpus Juris, and now it's time for some law. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കാനുള്ളത് 3 വർഷമാണ്. ദാറ്റ് ഈസ് 1858, 1919 ആൻഡ് 1935. ഒരുപക്ഷെ ചിലപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് നിങ്ങൾ റിപ്പീറ്റഡ്ലി കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിലെ ഏറ്റവും ഇനിഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് 2 കാരണം കൊണ്ടാണ്. ഒന്നാമതെന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിന്നും നമ്മുടെ ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റുവാങ്ങിയ വർഷമാണ് 1858. ആൻഡ് രണ്ടാമത് പാർലമെൻറ്റ് ആദ്യത്തെ സ്റ്റാറ്റ്യൂട്ട് ഇനാക്ട് ചെയ്തത് ഈ വർഷമാണ്, വിച്ച് ഈസ് നോൺ ടു ബി ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഇത് വിച്ച് വാസ് അണ്ടർ ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് ഗവൺമെൻറ്. അപ്പോൾ 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കാനുള്ള ഒരു വാക്കെന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ്. ഇറ്റ് വാസ് അണ്ടർ, ഇന്ത്യ വാസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് ഗവൺമെൻറ്. ഫൈൻ. ഇനി അപ്പോൾ നമുക്കിനി ഡയറക്റ്റായിട്ട് ഇതിലേക്ക് പോകാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ ഈ ഒരു ആക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഉണ്ട്. ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് അബ്സല്യൂട്ട് ഇമ്പീരിയൽ കൺട്രോൾ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് ഇമ്പീരിയൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫോം ഓഫ് മൊണാർക്കിക്കൽ പവർ. അതായത് ഒരാളിൽ മാത്രം പവർ, കൺട്രോൾ എല്ലാം ഒതുങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു സിസ്റ്റം, ആ ഒരു പവറിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് ഇമ്പീരിയൽ കൺട്രോൾ എന്ന് പറയുന്നത്. സോ ആ വേർഡ് അത് നിങ്ങൾക്ക് ഈസിയാണ്. സോ ഇമ്പീരിയൽ പവർ. അപ്പം ആ ഒരു 1858 ആക്ട്, ആ ഒരു അഡ്മിനിസ്ട്രേഷനിലൊക്കെ എന്തുണ്ടായിരുന്നു, ഒരു മൊണാർക്കി എക്സിസ്റ്റ് ചെയ്തിരുന്നു. ഇനി ആരിലായിരുന്നു അത് എക്സിസ്റ്റ് ചെയ്തിരുന്നത്, ആരാണ് അപ്പോൾ ഹെഡ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്. അപ്പം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ബ്രിട്ടീഷ് ക്രൗൺ. അയാളാണ് ഇന്ത്യയെ ഗവേൺ ചെയ്യുന്നത്. അയാളെ അസിസ്റ്റ് ചെയ്യുന്നത് ഒരു കൗൺസിലാണ്, വിച്ച് വാസ് നോൺ ആസ് കൗൺസിൽ ഓഫ് ഇന്ത്യ. 15 മെമ്പേഴ്സാണ് ആ കൗൺസിലിൽ ഉണ്ടായിരുന്നത്. ഇനി ഇതിലാലോചിക്കാനുള്ള, അപ്പം ഞാൻ ആദ്യം പറഞ്ഞു ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്നുള്ള വേർഡ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ന് കേൾക്കുമ്പോൾ ഈ പറയുന്ന കൗൺസിലുള്ള എല്ലാവരും ഇന്ത്യക്കാരാണോ? അല്ല. ദേ ആർ ഫ്രം ഇംഗ്ലണ്ട്. ദേ ആർ ദ പീപ്പിൾ ഫ്രം ഇംഗ്ലണ്ട്. അപ്പം ഇംഗ്ലണ്ടിലെ ആൾക്കാരാണ് ഈ പറയുന്ന കൗൺസിലിൽ ഉണ്ടായിരുന്നത്. 15 മെമ്പേഴ്സാണ് ആ കൗൺസിലിൽ ഉള്ളത്. അപ്പോൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ബ്രിട്ടീഷ് ക്രൗൺ. ഇനി ഈ പറയുന്ന സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇങ്ങനെ ഇരിക്കുമെങ്കിലും ഇയാൾക്ക് വേണ്ടിയിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നത് ഇയാളല്ല, ഗവർണർ ജനറൽ ആണ്. സോ ഗവർണർ ജനറൽ ഈസ് റെസ്പോൺസിബിൾ ടു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഫൈൻ. ഈ ഗവർണർ ജനറലിനെ അസിസ്റ്റ് ചെയ്യുന്നത് ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലാണ്. ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഹൈ ഒഫീഷ്യൽസ് ഓഫ് ദിസ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ് ഉള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ ഇത്രയും പറഞ്ഞുള്ളൂ. മൊണാർക്കി ഉണ്ടായിരുന്നു, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് റെസ്പോൺസിബിൾ ടു ബ്രിട്ടീഷ് ക്രൗൺ. ഹി ഈസ് അസിസ്റ്റഡ് ബൈ കൗൺസിൽ ഓഫ് ഇന്ത്യ കൺസിസ്റ്റിംഗ് ഓഫ് 15 members. Then Governor General performs the functions. He is responsible to Secretary of State. He is assisted by an executive council consisting of high officials of the British government. ഇനിയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചൊരു 4 പോയിന്റ്സേ ഉള്ളൂ. ഇത് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 കുറിച്ച്. സോ ഒന്നാമത്തെ കാര്യം, ഈവൻ ദോ പ്രൊവിൻസുകളായിട്ട് ടെറിട്ടറി പ്രൊവിൻസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് റെസ്പോൺസിബിൾ ആണ് ഈ പറയുന്ന പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊവിൻസുകളുടെ ഹെഡ് എന്ന് പറയുന്നത്. അവർ പറയുന്നത് എന്താണോ അത് മാത്രം ചെയ്താൽ മതി. അതായത് ഇറ്റ് വാസ് റിജിഡ്ലി സെൻട്രലൈസ്ഡ് ആയിരുന്നു. രണ്ടാമത്തത്,
ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ദാറ്റ് ഈസ് ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ആയാലും ജുഡീഷ്യൽ ഫംഗ്ഷൻ ആയാലും എല്ലാത്തിനും ഒരു സെപ്പറേഷൻ ഉണ്ട്. ഓക്കെ, ആർക്കൊക്കെയാണെന്ന് വെച്ചാൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫംഗ്ഷൻസ് ആരൊക്കെ പെർഫോം ചെയ്യണം എന്നുള്ളത്. പക്ഷേ അന്ന് ദർ ഇസ് നോ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. എല്ലാം ഒരാൾ മാത്രം കൺട്രോൾ ചെയ്താൽ മതിയായിരുന്നു. അതാരായിരിക്കും? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഈസ് റെസ്പോൺസിബിൾ ടു ബ്രിട്ടീഷ് ക്രൗൺ. ഓക്കെ, നൗ ദിസ് കൺട്രോൾ ഓഫ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ആയിരുന്നു. അതായത് ഇയാളുടെ വാക്കാണ്, ഹിസ് ഇസ് ദ ലാസ്റ്റ് വേർഡ്. ഈ ഗവർണർ ജനറൽ എന്ന് പറയുന്ന അയാളുടെ മിയർ ഏജന്റ് മാത്രമാണ്. ഈ പറയുന്ന സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പറയുന്നത് പോലെ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാൾ മാത്രമാണ് ഗവർണർ ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റായിട്ട് പറയാനുള്ളത്, മൊണാർക്കി എക്സിസ്റ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ അവിടെ എന്തായിരിക്കും സ്ഥിതി എന്ന് പറയുന്നത്. എന്തായിരിക്കും? ദാറ്റ് ഈസ് ബ്യൂറോക്രാറ്റിക് ആയിരുന്നു. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് പക്ക ബ്യൂറോക്രാറ്റിക് ആയിരുന്നു. ആൻഡ് അവരുടെ പബ്ലിക് ഒപ്പീനിയൻ, ആൾക്കാരുടെ ഒപ്പീനിയന് ഒരു വില ഉണ്ടായിരുന്നില്ല. ദേ വെർ അൺകൺസേൺഡ് അബൌട്ട് ദിസ് പബ്ലിക് ഒപ്പീനിയൻ. ഓക്കെ, അപ്പം ഇത്രയും 4 പോയിന്റ്സാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും. ഇത്രയേ ഉള്ളൂ. ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 റിലേറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, സോ ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ ആ ക്വസ്റ്റ്യൻ ഇടാം. ഇപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു വൺ. ഇപ്പം ഇത്രയും മതി. എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ തന്നെ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് അവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്നത്, എന്താണ് ഫീച്ചേഴ്സ് എന്നുള്ളത് നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹിസ്റ്ററി പഠിക്കുന്നവരാണെങ്കിൽ ദിസ് ഈസ് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനിയുള്ള വീഡിയോസിൽ ഞാൻ ബാക്കിയുള്ള കൗൺസിൽസും എന്താണ് ഹിസ്റ്ററി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ബാക്കിയുള്ള പോർഷൻസ് കവർ ചെയ്യുന്നതാണ്. സോ ദിസ് ഈസ് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ്. So hope you guys this video was informative and don't forget to subscribe for more videos. Thank you so much. Love you.